Hi all, in this video we will see how to calculate CO attainment and PO attainment for a theory subject. Okay, first let me get into the Linways account. Okay, now I signed into the Linways account. നമുക്ക് യൂണിവേഴ്സിറ്റി റിസൾട്ടും കൂടെ എൻ്റർ ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെയാണ് CO and PO attainment കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ I am taking my previous subject in which university result is already entered. Say, okay, I'm taking CE 369 disaster management. Okay, so disaster management subject ഞാൻ എടുത്തു. It's a theory subject. എല്ലാ തിയറി സബ്ജക്റ്റിനും ഈ ചെയ്യുന്ന സെയിം പ്രൊസീജിയേഴ്സ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു COPO അറ്റൈൻമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് സീരീസിൻ്റെയും അസൈൻമെൻറ്റിൻ്റെയും മാർക്കും ക്വിസ് ആൻഡ് സർവേയിൽ നമ്മൾ ചെയ്തിട്ടുള്ള മിഡ് സെമസ്റ്റർ സർവേ ആൻഡ് എൻഡ് സെമസ്റ്റർ സർവേ ആണ്. സോ സീരീസിൻ്റെ മാർക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പം മാനേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എൻ്റർ മാർക്സിൽ പോയിട്ട് യു മസ്റ്റ് എൻഷുർ ദാറ്റ് യു ഹാവ് എൻറ്റേർഡ് ദ മാർക്ക് ത്രൂ ഇൻ ദിസ് ഫോമാറ്റ്. അതായത് ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ കറസ്പോണ്ടിങ് മാർക്ക് എൻ്റർ ചെയ്തിട്ട് വേണം ഈ ഒരു പ്രോസസ്സ് ചെയ്യാനായിട്ട്. അതല്ലാണ്ട് നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലാണ് മാർക്ക് എൻ്റർ ചെയ്തതെങ്കിൽ നമുക്ക് ഈ CO അറ്റൈൻമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എൻറ്റേർഡ് ദ മാർക്സ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ സെപ്പറേറ്റ്ലി. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് സീരീസിൻ്റെ മാർക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സീരീസിൻ്റെ മാർക്കും എൻ്റർ ചെയ്തിട്ടുണ്ട്. രണ്ട് സീരീസും രണ്ട് അസൈൻമെൻറ്റുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഫസ്റ്റ് 2 സീരീസ് ഓക്കെയാണ്. നൗ ലെറ്റ് മീ ചെക്ക് ദ അസൈൻമെൻറ്റ്. അസൈൻമെൻറ്റ് മാർക്ക് ജനറലി എല്ലാവരും ഈ എൻ്റർ മാർക്ക് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടാണ് സാധാരണ എൻ്റർ ചെയ്യാറ്. അങ്ങനെയല്ല നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ഈ ഒരു അസൈൻമെൻറ്റ് എൻ്റർ ക്വസ്റ്റ്യൻ വൈസ് മാർക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ മാർക്ക് എത്രയാണോ അത് ജസ്റ്റ് ഇതിൽ എൻ്റർ ചെയ്താൽ മതി. ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് എൻ്റർ ചെയ്യുക, അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മാർക്ക് ഈ ഒരു ഓപ്ഷൻ ആക്ഷൻസിൽ എൻ്റർ ക്വസ്റ്റ്യൻ വൈസ് മാർക്ക് എന്നുള്ള ഓപ്ഷനിൽ വേണം നിങ്ങൾ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എൻ്റർ ചെയ്യാനായിട്ട്. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഒരു അസൈൻമെൻ്റ് ആയിട്ട് കൊടുത്തതെങ്കിൽ ആ 10 ക്വസ്റ്റ്യനും കൂടെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എൻ്റർ ചെയ്തിട്ട് ആ 10 ക്വസ്റ്റ്യൻസും റിലേറ്റ് ചെയ്തിട്ടുള്ള COs എല്ലാം മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ മാർക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കോളം മാത്രമേ എൻ്റർ ചെയ്യാനുണ്ടാവുള്ളൂ. 10 ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് എൻ്റർ ചെയ്യണമെന്നില്ല. അപ്പോൾ 10 ക്വസ്റ്റ്യനും കൂടെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക. ആ 10 ക്വസ്റ്റ്യൻസും റിലേറ്റ് ചെയ്യുന്ന എല്ലാ CO മാർക്ക് ചെയ്യുക. അങ്ങനെ അതൊരു 1 ക്വസ്റ്റ്യൻ അസൈൻമെൻറ്റ് പോലെ ആക്കി വെക്കുക. എന്നിട്ട് ആക്ഷൻസിൽ എൻ്റർ ക്വസ്റ്റ്യൻ വൈസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് സെയിം മാർക്ക് തന്നെ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് എല്ലാം റെഡിയാണ്. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു ഡു ദ COPO കാൽക്കുലേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ OBE സെറ്റിങ്സിൽ വരിക. അവിടെ CO നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി എൻഡ് സെമസ്റ്റർ റിസൾട്ട് എടുക്കുക. യൂണിവേഴ്സിറ്റി എൻഡ് സെമസ്റ്റർ റിസൾട്ടിൽ ഇതുപോലെ എൻ്റർ ചെയ്യുക. ഫ്രം 40% ടു 100%. 40 അല്ല 29 ആണ്. 29, അതായത് 30% എബോവ് ഉള്ള ആളുകളൊക്കെ എല്ലാ COസും അറ്റൈൻ ചെയ്തു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ 29 എഴുതിയാലാണ് 30 മുതൽ കൗണ്ട് ചെയ്യുള്ളൂ. സോ 29 to 100% മാർക്ക് കിട്ടിയ എല്ലാവരും യൂണിവേഴ്സിറ്റിയിൽ 29 to 100% മാർക്ക് കിട്ടിയ എല്ലാവരും എല്ലാ COസും അറ്റൈൻ ചെയ്തു എന്നാണ് നമ്മളിവിടെ റിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ക്ലിക്ക് സേവ്. Then go to PO/CO attainment rules. അപ്പോൾ PO/CO attainment rulesൽ നമുക്ക് N student and person with slabbed average എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. അപ്പോൾ N student and percentage with slabbed average സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഈ ഞാനിപ്പോൾ എൻ്റർ ചെയ്തിട്ടുള്ള അതേ രീതിയിൽ എൻ്റർ ചെയ്യുക. 50% of CO obtained by minimum 70% of students, then minimum descriptor is 2, maximum 100% of student ആണെങ്കിൽ maximum descriptor is 3. എന്ന് വെച്ചാൽ 50 CO1, CO2, CO3, CO4 4 CO ആണ് എൻ്റെ ഈ സബ്ജക്റ്റിനുള്ളത്. അപ്പോൾ എൻ്റെ 4 CO യിലും ഏതെങ്കിലും ഫസ്റ്റ് CO ഞാൻ എടുക്കുക.
ആ ഫസ്റ്റ് സിഒന്റെ 50% മാർക്ക് ആ കുട്ടി അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 70% സ്റ്റുഡൻസ് അക്വയർ ചെയ്തെങ്കിൽ അതിന് 2 എന്നാണ് എനിക്ക് മാർക്ക് കിട്ടുക. 100% സ്റ്റുഡൻസും ആ 50% ഓഫ് സിഒ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാർക്സ് കിട്ടും ആ സിഒക്ക്. അപ്പൊ എല്ലാ സിഒക്കും സെയിം റൂളാണ്. എത്ര സിഒ ഉണ്ടെങ്കിലും ഈ റൂള് എല്ലാ സിഒക്കും സെയിം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് എൻ്റർ ചെയ്താൽ മതി. 50% സിഒ ഒബ്റ്റെയിൻ ബൈ മിനിമം 50% ആണെങ്കിൽ 1 മാർക്ക്, 70% സ്റ്റുഡൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് 2 മാർക്ക് കിട്ടും. 50% സിഒ 40% സ്റ്റുഡൻസിന് കിട്ടിയെങ്കിൽ അതിന് 0 മാർക്കാണ്. ലെസ് ദാൻ 40 എല്ലാം 0 ആണ്. 50% മിനിമം എങ്കിലും കിട്ടിയാലേ നമുക്ക് 1 മാർക്കെങ്കിലും അവിടെ ആ സിഒന്റെ വാല്യൂ 1 മാർക്കെങ്കിലും വരുള്ളൂ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്നും വേണ്ട, ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, ഇത് ജസ്റ്റ് അതേപടി എൻ്റർ ചെയ്യുക, സേവ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് അസസ്മെന്റ് കോൺഫിഗറേഷൻ. അസസ്മെന്റ് കോൺഫിഗറേഷനിൽ ചേഞ്ച് ട്രീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ ദ ഡേറ്റ കറന്റ്ലി മാപ്പ് ടു ദ ട്രീ വിൽ ബി ലോസ്റ്റ് എന്ന് ചോദിക്കും. പേടിക്കേണ്ട, യെസ് കണ്ടിന്യൂ കൊടുക്കുക. ദെൻ സെലക്ട് ട്രീ. നമ്മുടെ പുതിയ ട്രീ ആണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഈ ട്രീന്റെ പേര് COPO അറ്റൈൻമെന്റ് ന്യൂ തിയറി. ഇത് തിയറി സബ്ജക്റ്റിനാണ്, സോ തിയറി എന്ന് എടുക്കുക. കൺഫേം ട്രീ. അപ്പൊ നമ്മൾ ട്രീ കൺഫേം ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ട്രീ. സിഒ അറ്റൈൻമെന്റ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എല്ലാം ഉണ്ട്. ഇനി ഞാൻ ഇതിലെ സിഒ അറ്റൈൻമെന്റ് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ആഡ് അസസ്മെന്റ് ഉണ്ടാവും, അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് താഴേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാവും, അത് ടിക്ക് ഇടുക. ഇതിൽ എൻ്റെ സബ്ജക്റ്റിൻ്റെ പേര് കാണിക്കും, ആ പേര് ഞാൻ സെലക്ട് ചെയ്യുക, സേവ്. ഓക്കെ, നെക്സ്റ്റ് സീരീസ് എക്സാം ക്ലിക്ക് ചെയ്യുക. ആഡ് അസസ്മെന്റ്. അപ്പോൾ എക്സാം എന്നുള്ളത് സെലക്ട് ചെയ്യുക, അതിൽ സീരീസ് ടെസ്റ്റ് 1, സേവ്. സീരീസ് 2 ആഡ് അസസ്മെന്റ് എക്സാം ക്ലിക്ക് ചെയ്യുക, സീരീസ് ടെസ്റ്റ് 2, സേവ്. ഇനി അസൈൻമെന്റ് 1 ആഡ് അസസ്മെന്റ്. ഇതിനകത്ത് അസൈൻമെന്റ് സെലക്ട് ചെയ്യുക, അസൈൻമെന്റ് 1, സേവ്. അസൈൻമെന്റ് 2 add assessment, select assignment, assignment 2, save. Next mid semester survey. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും മിഡ് സെമസ്റ്റർ എൻഡ് സെമസ്റ്റർ സർവേ നിങ്ങൾ ചെയ്തിരിക്കണം. സോ മിഡ് സെമസ്റ്റർ സർവേ സെലക്ട് ചെയ്യുക, ആഡ് അസസ്മെന്റ്, ക്വിസ് ക്ലിക്ക് ചെയ്യുക. ക്വിസിൽ മിഡ് സെമസ്റ്റർ സെലക്ട് ചെയ്യുക, സേവ്. കോഴ്സ് എക്സിറ്റ് സർവേ. കോഴ്സ് എക്സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻഡ് സെമസ്റ്റർ സർവേ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്വിസ് സെലക്ട് ചെയ്യുക, end semester survey, save. Okay, now go back to the main menu. ഇപ്പോൾ നിങ്ങൾ അസസ്മെന്റ് കോൺഫിഗറേഷൻ ചെയ്തു. Now we will go to calculation of COPO report. അപ്പോൾ COPOന്റെ നമ്മുടെ ട്രീ ഇവിടെ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ക്ലിക്ക് കാൽക്കുലേറ്റ് CO and PO. ഇപ്പോൾ ഗ്രീൻ കളറിൽ ഡാറ്റ ആഡഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് ടോപ്പിൽ കാണാൻ പറ്റും, റൈറ്റ്? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ COPO കാൽക്കുലേഷൻ കറക്റ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് PO അറ്റൈൻമെന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് COന്റെ അറ്റൈൻമെന്റ് കിട്ടും. ഓക്കെ, അറ്റൈൻമെന്റ് ലെവൽ 2.27 ഔട്ട് ഓഫ് 3, 2.11, 2.32, 2.2. ഇതുപോലെ എൻ്റെ യൂണിവേഴ്സിറ്റി റിസൾട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ CO അറ്റൈൻമെന്റ് കിട്ടും. സീരീസ് ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് CO അറ്റൈൻമെന്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് താഴെ നമ്മുടെ ഈ ഒരു മെയിൻ മെനുവിൻ്റെ താഴെ വരിക, അവിടെ ഒരു OBE റിപ്പോർട്ട് ഉണ്ട്. OBE റിപ്പോർട്ട് അത് സെലക്ട് ചെയ്യുമ്പോൾ PO ആൻഡ് PSO മാപ്പിംഗ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് കാണണമെങ്കിൽ നിങ്ങൾ ആദ്യം PO, PSO, CO എല്ലാം മാപ്പ് ചെയ്തിരിക്കണം. അത് നമ്മൾ OBE സെറ്റിംഗ് മേലെയുള്ള ഈ OBE സെറ്റിംഗിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കും എല്ലാവരും. ഓക്കെ, ഇതിനകത്ത് താഴെ ഒരു CO അറ്റൈൻമെന്റ് ഉണ്ട്. നമുക്ക് ഈ രണ്ട് വാല്യൂസ് മാത്രമാണ് വേണ്ടത്. സോ ഈ CO അറ്റൈൻമെന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ട്രീ ഒന്നുകൂടെ സെലക്ട് ചെയ്യുക, COPO അറ്റൈൻമെന്റ് ന്യൂ തിയറി. റീകാൽക്കുലേറ്റ് അറ്റൈൻമെന്റ്.
റീകാൽക്കുലേറ്റ് ചെയ്തു. ഇതാണ് നമുക്ക് വേണ്ടത് വാല്യൂസ്. നെക്സ്റ്റ് PO attainment. Again select the tree, recalculate ചെയ്യും, സെയിം. ഓക്കെ, ഇനി താഴെ പോയിട്ട് കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ CO ഏതൊക്കെയാണെന്നുണ്ടാവും, PO ഏതൊക്കെയാണുണ്ടാവും, PSO എന്താണ്, അതിൻ്റെയൊക്കെ മാപ്പിംഗ്, അതിന് കറസ്പോണ്ടിങ് റിപ്പോർട്ട്, COPO മാപ്പിംഗ് റിപ്പോർട്ട്, PSO മാപ്പിംഗ്, PO അറ്റൈൻമെൻറ്റ്, CO അറ്റൈൻമെൻറ്റ്, PO അറ്റൈൻമെൻറ്റ്. ഇത്രയേ ഉള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സീരീസിൻ്റെ അസൈൻമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ വൈസ് മാർക്ക് എൻ്റർ ചെയ്യുക. മിഡ് സെമിസ്റ്റർ എൻഡ് സെമിസ്റ്റർ സർവേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ ഇത് ചെയ്യാനായിട്ട്. ഓക്കെ.